ശ്രീ സി കെ ശശീന്ദ്രൻ. ചാമക്കല പറഞ്ഞ അഭിപ്രായങ്ങളോടൊക്കെ 100% വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. CPM ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ CPMൻ്റെ 64 MP അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ 64 MP ഉള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ BJPയെ മാറ്റി നിർത്തുക, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, BJPയെ മാറ്റി നിർത്തുക എന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. അതാർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? ഏതെല്ലാം ഘട്ടത്തിൽ ഇപ്പോൾ രാജസ്ഥാനിൽ ഞങ്ങളൊരു MPയെ ജയിപ്പിച്ചതിൽ കോൺഗ്രസ്സിന് പങ്കുണ്ട്. ആ പങ്കിന് ഞങ്ങൾ നിഷേധിക്കുന്നേയില്ല. തിരിച്ച് കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ വോട്ട് അങ്ങോട്ട് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏർപ്പാടല്ലേ അത്. നേരത്തെ രാജസ്ഥാനിൽ 2 MLA CPMനുണ്ടായിരുന്നു. ആ 2 MLA അന്ന് BJPക്ക് ആ 2 MLA BJPയെ പരാജയപ്പെടുത്താൻ രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടില്ല അവിടെ. അതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളാണ്. കേരളത്തിലെ വിഷയം എന്താണ്? കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. കോൺഗ്രസ് മത്സരിക്കാൻ പാടില്ല എന്ന വാദഗതി ഞങ്ങൾ ഉന്നയിക്കുന്നേയില്ല. LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. പക്ഷേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, 2019 ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അവരത് അംഗീകരിക്കില്ലായിരിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായമല്ലേ പറയുന്നത്. ആ രാഷ്ട്രീയ അഭിപ്രായം ശക്തമായി ഉന്നയിച്ചിട്ടല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വയനാട്ടിൽ പ്രവർത്തനം നടത്തിയത്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടല്ലേ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ പൊതുവെ മറ്റ് UDF മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറഞ്ഞല്ലോ, അവിടെ ദേശീയ നേതാവായി ഒക്കെ ഉണ്ടായിട്ട് വോട്ട് കുറഞ്ഞല്ലോ. ഞങ്ങൾ അന്നേ രാഹുൽ ഗാന്ധിയോട് പരസ്യമായി ചോദിച്ചു, ഞങ്ങളുടെ അവിടെ മത്സരിക്കുന്ന ഇപ്പോൾ അദ്ദേഹം MP, അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥി, അന്ന് MPയും ആണ് സ്ഥാനാർത്ഥിയുമാണ്, സിറ്റിംഗ് MPയും ആണ് സ്ഥാനാർത്ഥിയാണ്. പരസ്യമായിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ? അത് ജനങ്ങളോട് പറയണം. അത് മറച്ചു വെച്ചു എന്നാണ് ഞങ്ങൾ പറയുന്നത്. പറയാമല്ലോ, അന്ന് സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ മത്സരിക്കുന്നുള്ളൂ എന്ന നില പറയാമല്ലോ. അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു നിലപാട് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചു. ആ വിമർശനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പിന്നീട് ശിവശങ്കർ പറയുന്ന പോലെ ഞങ്ങൾ മത്സരിക്കുന്നത് BJPയെ പരാജയപ്പെടുത്തുക, രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നയമാണ്. അതിനെന്തെങ്കിലും സംശയമുണ്ടോ ശിവശങ്കറിന്? ഒരു സംശയം ഉണ്ടാവണ്ട. അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത് ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. അത് ജനാധിപത്യപരമായ നിലപാടാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് ആ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതിൻ്റെയും കൂടി ഫലമായിട്ടാണല്ലോ BJPക്ക് തനിച്ചു ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇപ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ BJPക്ക് തനിച്ചു ഭൂരിപക്ഷം ഉണ്ടായില്ലല്ലോ. അതിന് ഞങ്ങളുടേതായ കുഞ്ഞു പങ്കുണ്ടായിരിക്കാം, ചെറിയ പങ്കായിരിക്കാം. ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ പങ്ക് അതിലുണ്ട്, അക്കാര്യത്തിൽ യാതൊരു നിഷേധവും വിചാരിക്കേണ്ട ഉണ്ട്. വയനാട്ടിൽ ഇപ്പോൾ മത്സരം നടക്കുമ്പോൾ LDFും UDFും തമ്മിലാണ്. ആ LDFും UDFും മത്സരിക്കുന്നത് BJPയുടെ ഞങ്ങൾ മത്സരത്തിൽ മാറിയെന്ന് വിചാരിച്ചോ, ഏകപക്ഷീയമായിട്ടുള്ളൊരു മത്സരമായിട്ട് അത് മാറും. ആ മത്സരം മാറുന്നത് BJPക്ക് ഗുണം ചെയ്യും. BJPക്ക് ഗുണം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ചാമക്കലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളതാണ് പറയുന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. LDFും UDFും തമ്മിലുള്ള മത്സരം ഉണ്ടാവും. മറ്റൊന്ന് EDയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ പിണറായി വിജയനെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ED എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചതല്ലേ നിങ്ങളെ ED ആക്രമിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. EDക്കെതിരായിട്ട് നമ്മൾ ഒരിക്കൽ സുപ്രീം കോടതിയിൽ ഒരുമിച്ച് പോയതാണ് ഞങ്ങളുടെ പാർട്ടി. പക്ഷേ കേരളത്തിൽ ED വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ബംഗാളിൽ നിങ്ങൾ ഒരുമിച്ചാണ് ഇതേ EDയുടെ ആക്രമണം നേരിട്ടപ്പോൾ തൃണമൂലിനെതിരെ നിൽക്കുകയും EDക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതെ, ഞാൻ പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിപ്പോൾ പറയുന്നത്, ഈ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട്. ആ കൂട്ടത്തിലുണ്ടായിരിക്കാം. ഇവിടെ സോണിയാഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വധേര ഒരു കേസിൽ പ്രതിയായിട്ട് കേസുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൻ്റെ മുകളിൽ ഇലക്ട്രോ ബോണ്ടിൽ 170 കോടി രൂപ കൊടുത്തു എന്ന് പരസ്യമായിട്ട് പറയുന്നത് കേട്ടതാണ്. എൻ്റെ അതിപ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചർച്ചയുണ്ട്. ശിവശങ്കർ വലിയ ഇതാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 170 കോടി രൂപയല്ലേ വാങ്ങി വെച്ചിരിക്കുന്നത്. അത് ശരിയോ, ധാർമ്മികമായിട്ട് ശരിയാണോ? ശിവശങ്കർ അത് പറയണ്ടേ? പ്രിയപ്പെട്ട ശിവശങ്കറോട് ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ് അങ്ങോട്ട്. അതൊന്നും ശരിയല്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നോമിനേഷൻ കൊടുക്കാതിരിക്കാനുള്ള കൊടുക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം. പ്രിയങ്ക ഗാന്ധി മത്സരിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം. അത് കേരളത്തിൽ വന്ന് മത്സരിക്കണം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോൾ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ശരി.